ഈ പ്രവചനങ്ങൾ എന്തിനുപയോഗിക്കുന്നു എന്നും എങ്ങനെ പ്രവചിക്കുന്നു എന്നും അതെങ്ങനെയാണ് അതിന്റെ ഫലഭാഗം ഇവിടെ ഉപയോഗിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഞാൻ ഒരു കാര്യം ഇവരോട് ചോദിക്കാണ്ട്. ഒന്ന്, നമ്മൾ ഈ ജ്യോത്സ്യം എന്ന് പറയുമ്പോ ഉസ്താദ് ഇവിടെ ഇരിക്കണം. ഇവിടെ നമ്മൾ ഈ ജ്യോതിഷം, ആസ്ട്രോണമി അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ജ്യോതിശാസ്ത്രം മാത്രം പറഞ്ഞിട്ട് നമ്മൾ അവിടെ ഇസ്മു എന്ന് പറഞ്ഞ ഇടപാടുണ്ട് അല്ലെ? നിങ്ങൾ തന്നെയാണ് വീണ്ടും കൊളാബറേറ്റ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടില് ജ്യോത്സ്യന്മാര് മാത്രമല്ല, തങ്ങന്മാരുണ്ട്, ഉസ്താദന്മാരുണ്ട്. കണക്ക് നോക്കി കാര്യങ്ങൾ പറയുന്ന ബിസിനസ്സിലെ തടസ്സം, നേരത്തെ സൈക്കോളജിസ്റ്റ് പറഞ്ഞ പോലെ ബിസിനസ്സിലെ തടസ്സം, വിവാഹത്തിലെ തടസ്സം, വിസയിലെ തടസ്സം. അവൻ ആളത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ടിക്കറ്റിലെ തടസ്സം, ഇതൊക്കെ മാറ്റിക്കൊടുക്കാൻ മരുന്നും മന്ത്രവും ഏലസും ഉറുക്കും കെട്ടിക്കൊടുക്കുന്ന ഉസ്താദുമാർ ഒരു ഭാഗത്തുണ്ട്, പള്ളിരച്ചമാര് വേറെ ഭാഗത്തുണ്ട്. അവരെല്ലാരും പരിഗണിക്കണം. ഇവനൊക്കെ ഗുരുശാപം വാങ്ങി തട്ടിപ്പോണ എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്. ഞാൻ പറയുന്നത് പൊതുവിൽ ഇതെന്തിനാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. പറയട്ടെ, നിങ്ങൾ പറയണ എന്ത് വേണമെങ്കിലും ചെയ്യാം, നാട്ടുകാരെ വിളിച്ചുകൂട്ടി നാട്ടിക്കരുത്. ഞാൻ തീർക്കട്ടെ. ഇവരെ പറഞ്ഞു ഇതൊക്കെ പലപ്പോഴും മനുഷ്യർക്ക് ചില പിന്നെന്താ പറയാ, ചില മാർഗം നിർദ്ദേശം കൊടുക്കാൻ, അവരെ പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കുമെന്ന്. ഞാൻ ഈ പറഞ്ഞ ഡയലോഗ് ആർഭാടായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. ചൂഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപാധിയിൽ നിന്ന് ലഭിക്കുന്ന സൈഡ് എഫക്ട് മാത്രമാണ് ഇവർ പറയുന്നത്. വേണ്ട കള്ളത്തരൊന്നും പറയണ്ട. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഈ എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ഭാവി തുലാസിലാണ്. നിങ്ങളുടെ ഭാവി ഞാൻ പ്രവചിക്കാൻ പോവാണ്. നിങ്ങളുടെ ഭാവി, ഇതിൽ ജ്യോതിഷം പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുടെ ഭാവി തുലാസിലാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൻ നിസ്സാരക്കാരനല്ല. ആസ്ട്രോടോക്സിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ചെയ്തിട്ട് അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ഞാൻ അബോധാവസ്ഥയിൽ കിടക്കായിരുന്നു.